ഞങ്ങളുടെ രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാണ് ശങ്കു എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മുടെ സ്വന്തം ബിന്ദു കൃഷ്ണ. അത് പിന്നീട് ശങ്കു തന്നെ രംഗത്തെത്തി എന്റെ അമ്മൂമ്മയുടെ പേര് രാധാമണി അല്ല എന്ന് തിരുത്തി പറയുകയും അതോടെ ബിന്ദു കൃഷ്ണ ചമ്മി നാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ തന്നെ ആരോ അത് പറഞ്ഞു പറ്റിച്ചതാണെന്നും ശങ്കുവിന്റെ അച്ഛമ്മ അമ്മുമ്മ എന്ന് പറയുന്നത് രാധാമണി അമ്മയാണെന്ന് തന്നോട് ആരോ പറ്റിക്കാൻ പറഞ്ഞതാണെന്നും താൻ അത് വിശ്വസിച്ചു എന്നുമാണ് ബിന്ദു കൃഷ്ണ പറയുന്നത്. അതേസമയം മന്ത്രിയായിട്ടും തന്റെ ശരീരത്തിന്റെ ചിത്രം പകർത്തിയെന്ന് മന്ത്രി വെളിപ്പെടുത്തുന്നു. കൊല്ലത്ത് ഒരു സ്കൂളിലെ പരിപാടിക്കിടെയായിരുന്നു സംഭവം. മുഖം ഉൾപ്പെടുത്താതെ തന്റെ ശരീരത്തിന്റെ മാത്രം ചിത്രമെടുത്തു. ശരീരത്തിന്റെ മാത്രം ചിത്രം പിന്നീട് സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു. ഇത് കണ്ട ചിലർ പ്രശ്നമുണ്ടാക്കി. ചിത്രം ഡിലീറ്റ് ചെയ്യിച്ചെങ്കിലും മറ്റു ചിലർ സ്ക്രീൻഷോട്ട് എടുത്തു. മന്ത്രിയായ തന്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ സ്ത്രീകളുടെ അവസ്ഥ എന്താകുമെന്നും ബിന്ദു കൃഷ്ണ ചോദിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ത്രീ സുരക്ഷാ സർക്കാരുകളുമായി ചർച്ച നടത്തി പദ്ധതികൾ തയ്യാറാക്കും. തൊഴിലിടങ്ങളിലെ ആഭ്യന്തര പരാതി പരിഹാര സെല്ലുകൾ നിരീക്ഷിക്കും. കേരളത്തിന് പുറത്തുള്ള ആഭ്യന്തര പരാതി പരിഹാര സെല്ലുകളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ മറ്റ് സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെടും. കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായ അതിക്രമങ്ങൾ ഇപ്പോഴുമുണ്ട്. തടയാൻ വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപടികൾ സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു. സീറോ ടോളറൻസ് നിയമമാണ് വകുപ്പ് സ്വീകരിക്കുന്നത്. അതിക്രമങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തടയാൻ പദ്ധതികൾ രൂപീകരിക്കും. സേഫ് വുമൺ സേഫ് ഫാമിലി നയം നടപ്പിലാക്കും. ഒറ്റപ്പെട്ട സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്തും. അവിടെയുള്ള സ്ത്രീകൾ, കുട്ടികൾ എന്നിവരുടെ സുരക്ഷ ഉറപ്പാക്കും. തൊഴിൽ വകുപ്പ് വലിയ വെല്ലുവിളികൾ നേരിടുന്നു. തൊഴിൽ കോഡുകൾ കൂട്ടപ്പിരിച്ചുവിടൽ നടക്കുന്നു. ഓഫീസ് വെൽനസ് പോളിസി രൂപീകരിക്കാൻ ആഗ്രഹം. മറ്റു വകുപ്പുകളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഗിഗ് വർക്കേഴ്സ് ആക്ട് കൊണ്ടുവരും. അവർക്ക് വേണ്ടി പ്രത്യേകം വിശ്രമ മുറികൾ സജ്ജീകരിക്കും. ചാർജിംഗ് സ്റ്റേഷനുകൾ കൊണ്ടുവരും എന്നും പറയുന്നു. കേരളത്തിലല്ല, ലോകത്തിൽ നിന്ന് ആര് വന്നാലും കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നതാണ് യാഥാർത്ഥ്യമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ പറയുന്നു. കൊല്ലത്തിന്റെ പേരിലുള്ള ട്രോളുകളെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് ബിന്ദു കൃഷ്ണ ഇങ്ങനെ മറുപടി നൽകിയത്. ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുമ്പോഴാണ് സ്വന്തം ജില്ലയെക്കുറിച്ച് മന്ത്രി വാചാലയായത്. പപ്പടത്തിന്റെയും മറ്റും പേരിൽ കൊല്ലത്തുണ്ടായ സംഭവങ്ങൾ ഒറ്റപ്പെട്ടതാണെന്ന് മന്ത്രി പറഞ്ഞു. ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്നുണ്ട്. കൊല്ലത്തിന്റെ പേരിൽ വരുമ്പോൾ മാത്രമാണ് ചർച്ചയാകുന്നത്. ഞങ്ങൾ കൊല്ലംകാര് പാവങ്ങളാണ് കേട്ടോ എന്ന് പറഞ്ഞാണ് മന്ത്രി മറുപടി അവസാനിപ്പിച്ചത്. നിരവധി പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. വകുപ്പിൽ പല പദ്ധതികൾ പാതി വഴിയിൽ നിലച്ച അവസ്ഥയിലാണ്. എല്ലാം കൃത്യമായി നടപ്പിലാക്കാൻ ഈ സർക്കാർ വന്ന ശേഷം ശ്രമം നടത്തിവരുന്നു. ക്ഷേമ പെൻഷനും അംഗൻവാടി ജീവനക്കാരുടെ പെൻഷനും ഒന്നിച്ചു നൽകാനുള്ള കാര്യം പരിഗണനയിൽ. അംഗൻവാടി ജീവനക്കാരുടെ കേന്ദ്ര ഓണറേറിയം പലപ്പോഴും വൈകിയാണ് ലഭിക്കുന്നത്. കെട്ടിക്കിടക്കുന്ന ഫണ്ടുകൾ അവർക്ക് ലഭ്യമാക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചു. താൻ ഒരു വകുപ്പും ചോദിച്ചിട്ടില്ല. ആദ്യമായി MLA ആയ തന്നെ പാർട്ടി മന്ത്രിയാക്കി. അത് തന്നെ വലിയ കാര്യമെന്നും മന്ത്രി വ്യക്തമാക്കി. KC വേണുഗോപാൽ കൂടിക്കാഴ്ച. KPCC പുനർസംഘടനയിൽ വനിതാ പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. എല്ലാ കാലത്തും സ്ത്രീ പ്രാതിനിധ്യം വേണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊല്ലംകാർ പാവങ്ങളാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.